CBIയിലെ ഇൻസ്പെക്ടർ, കസ്റ്റംസ് ഓഫീസർ. നമ്മുടെ ചെറുപ്പകാലം തൊട്ട് തന്നെ നമ്മൾ കണ്ട് ശീലിച്ച ഒരുപാട് മൂവീസിലൂടെ നമുക്കൊക്കെ വളരെ പരിചയമുള്ള യൂണിഫോം പോസ്റ്റുകളാണ് ഇതൊക്കെ അല്ലേ. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ അഭിനയിച്ച് തകർത്ത ഈ ജോലികളിലേക്ക് എത്തിച്ചേരാൻ ആകെ വേണ്ടത് ഒരു ഡിഗ്രിയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മുടെ കേന്ദ്ര റിക്രൂട്ടിംഗ് ഏജൻസിയായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതായത് SSCയിലൂടെ നടക്കുന്ന എക്സാംസിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുക, എക്സാംസ് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ SSC എന്നതിനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ കേൾക്കുന്നതെങ്കിൽ പോലും ജസ്റ്റ് ഒരു ഡിഗ്രി കൊണ്ട് നിങ്ങളുടെ പ്രായം 30 വയസ്സിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഹൈ ലെവൽ പോസ്റ്റുകളിലേക്ക് എത്തിച്ചേരാം. അത് എങ്ങനെയാണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യാദൃശികമായിട്ടല്ല, കാരണം ഈ എക്സാമിനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റൈറ്റ് ടൈം ഇതാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ എക്സാംസ് ഒക്കെ എല്ലാ വർഷവും നടക്കാറുണ്ട്. സോ എക്സാംസ് നടക്കുന്നത് ഒരു സ്പെസിഫിക് കാലണ്ടർ പ്രകാരമാണ്. ആ കാലണ്ടർ റിലീസ് ആവാൻ പോകുന്ന സമയമാണിത്. സോ ഈ വർഷം ഡിസംബർ ലാസ്റ്റോടുകൂടിയാണ് അടുത്ത വർഷത്തേക്കുള്ള എക്സാംസിന്റെ കാലണ്ടർ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ എക്സാംസ് ആണ് വരുന്നത്, ഏതൊക്കെ സമയത്താണ് റിക്രൂട്ട്മെന്റ് നടക്കുക എന്ന്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം, ബാക്കി വരുന്ന ഡീറ്റെയിൽസ്, എങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം, എക്സാമിന്റെ സിലബസ്, ഏതൊക്കെയാണ് ഹൈ വെയിറ്റേജ്, ഏത് ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അടുത്ത ക്രിസ്മസ് ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഒരു കേന്ദ്ര സർക്കാർ അടിപൊളി ജോലി എങ്ങനെ നേടാം, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ള ജോലികളേക്കാൾ ഈ ജോലി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് എന്നുള്ള കാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിഗ്രി ഹോൾഡേഴ്സിനാണ് ഈ ഒരു ജോലിയിലൂടെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. സോ കേന്ദ്ര സർക്കാർ ഏജൻസിയായ SSCയിലൂടെ നടക്കുന്ന റിക്രൂട്ട്മെന്റ് പല ലെവൽസിലുണ്ട്. ഇപ്പോൾ ഡിഗ്രി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡിഗ്രിക്കാർക്ക് മാത്രമല്ല ഇവിടെ ജോലികളുള്ളത്. +2 പാസ്സായവർക്കും 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഒക്കെ വരുന്ന പല ലെവൽസ് ഓഫ് ജോലികൾ അവൈലബിൾ ആണ്. പക്ഷേ ഡിഗ്രി പാസ്സായ ഒരാൾക്ക് നിങ്ങൾ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂടെ ഈ പറയുന്ന താഴേക്ക് വരുന്ന എല്ലാ ജോലികൾക്കും അറ്റ് ദ സെയിം ടൈം പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്കും ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മുടെ കേന്ദ്ര സർക്കാരിൽ ഒക്കെ വളരെ വലിയ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള IAS ഓഫീസേഴ്സ് ഒക്കെ ഗ്രൂപ്പ് A ഓഫീസേഴ്സ് ആണ്. അവരുടെ തൊട്ട് താഴെ വരുന്ന പോസ്റ്റുകളാണ് ഗ്രൂപ്പ് B പോസ്റ്റുകളും ഗ്രൂപ്പ് C പോസ്റ്റുകളും. അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നത് SSCയുടെ CGL എക്സാം വഴിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി, ആവറേജ് ലഭിക്കുന്ന സാലറി 80,000 rupees ആണ്. സോ ഇതിൽ തന്നെ പല ലെവൽസ് വരുന്നുണ്ട്. ഹയസ്റ്റ് നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് ഏകദേശം 90,000 rupees വരെ ലഭിക്കുന്ന ജോലികൾ SSCയിലൂടെ, അതായത് CGL എക്സാമിലൂടെ റിക്രൂട്ട്മെന്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ചിലപ്പോൾ പലരിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, IASന് പഠിക്കുകയാണ്, UPSCക്ക് പ്രിപ്പയർ ചെയ്യുകയാണെന്നൊക്കെ അല്ലേ. സോ ഈ ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടാമത്തെ പ്രൊമോഷൻ നേരെ ഒരു UPSCയുടെ റാങ്കിങ്ങിലേക്കാണ് പോകുന്നത് പല പോസ്റ്റുകൾക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ എല്ലാ വർഷവും ഏകദേശം 1,00,000-ൽ പരം വേക്കൻസീസ് ആണ് SSCയിലൂടെ ഈ പോസ്റ്റുകളുടെ റിക്രൂട്ട്മെന്റിനായിട്ട് വരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണ്. ഇൻ കേസ് ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും പേടിക്കേണ്ട, എന്തൊക്കെ നിങ്ങൾക്ക് അറിയണം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വേക്കൻസീസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ്. ഞാൻ പറഞ്ഞു ഒരു വർഷം 1,00,000-ന്റെ അടുത്ത് വേക്കൻസീസ് ആണ് വരുന്നത് എന്ന്. അപ്പോൾ അതൊരു ഒറ്റ എക്സാമിനല്ല. ഇവിടെ SSCയുടെ കീഴിൽ CGL പോലെ തന്നെ CHSL എന്ന് പറയുന്ന ഒരു +2 ലെവലിൻ്റെ എക്സാം വരുന്നുണ്ട്. MTS എന്ന് പറയുന്ന ഒരു 10th ലെവൽ എക്സാം വരുന്നുണ്ട്. ഡിഗ്രി ലെവലിൽ CGLന്റെ കൂടെ CPO, പിന്നെ 10th സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് GD കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു എക്സാം ഉണ്ട്. ഇങ്ങനെ ഏകദേശം ഈ ഒരു 8 to 9 എക്സാംസിലൂടെയാണ് ഈ 1,00,000 വേക്കൻസീസും ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും നല്ല പോസ്റ്റുകൾ, ഡിഗ്രിക്കാർക്ക് ഏറ്റവും നല്ല പോസ്റ്റുകൾ ലഭിക്കുന്നത് SSCയുടെ CGL എക്സാമിലൂടെയാണ്. ഓക്കെ, സോ അപ്പോൾ അതിൽ ഈ കഴിഞ്ഞ സൈക്കിളിൽ 2024ന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആ സൈക്കിളിൽ നമുക്കിവിടെ 17,000 വേക്കൻസി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 2022 നിങ്ങൾ നോക്കുകയാണെങ്കിൽ 37,000 പേർക്ക്. അപ്പോൾ ഇതൊന്നും ചെറിയ ചെറിയ ജോലികളല്ല.
ഇവിടെ CGL-ലൂടെ വരുന്ന ജോലികൾ എന്ന് പറയുന്നത് നാർക്കോട്ടിക്സിലെ ഇൻസ്പെക്ടർ ആണ്, അല്ലെങ്കിൽ ടാക്സ് അസിസ്റ്റന്റ് ആണ്, കസ്റ്റംസ് ഓഫീസർ ആണ്, എക്സൈസ് ഓഫീസർ, CBI-ലെ ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള നല്ല ശമ്പളം ലഭിക്കുന്ന ജോലികളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ 37,000 വേക്കൻസീസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഏകദേശം സാലറീസ് ആണ്. സോ CGL ലഭിക്കുന്ന പല ജോലികളുടെയും ഒരു ഓൾമോസ്റ്റ് സാലറി. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ ലെവലിലേക്ക് പോകുമ്പോഴാണ് CGL-ൽ തന്നെ ഒരു 36 പോസ്റ്റുകൾ റിക്രൂട്ട്മെന്റ് ആണ് സാധാരണ വരാറുള്ളത്. അതിൽ ഉയർന്ന പോസ്റ്റുകളാണ് ഞാൻ പറഞ്ഞ ഇൻസ്പെക്ടർ, പിന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്നൊക്കെ പറയുന്ന പോസ്റ്റുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എന്താണ് ASO അല്ലെങ്കിൽ എന്താണ് SSC എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ കോമെന്റ്സിൽ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഏറ്റവും താഴ്ന്ന ശമ്പളമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത് ഒരു 42,000-ന്റെ അടുത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 36 പോസ്റ്റുകളിൽ ഏറ്റവും താഴത്തെ ലെവൽ ജോലിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് 40,000-ന് മുകളിൽ സാലറിയാണ്. അത് ഇനിയും കൂടും, കാരണം ഇനി അടുത്ത 8th പേ കമ്മീഷൻ വരികയാണ്. സോ ഇനി ഈ ജോലികൾക്ക് പല ഏജ് കാറ്റഗറീസ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും CGL-ൽ വരുന്ന ജോലികളുടെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് 18 to 32 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇത് എല്ലാത്തിനും 18 to 32 ഇയേഴ്സ് ആയിരിക്കില്ല. ചില പോസ്റ്റുകൾക്ക് 18 to 30 വരുന്നതുണ്ട്, ചിലതിന് 18 to 27 വരുന്നുണ്ട്. പക്ഷേ ജനറലി ഡിഗ്രി കഴിഞ്ഞ് നിങ്ങളൊരു 27 വയസ്സിൽ താഴെയുള്ള ആളാണെങ്കിൽ ഇതിലെ ഒട്ടുമിക്ക പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി CHSL എക്സാമിന് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്. CHSL എന്ന് പറയുന്നത് +2 യോഗ്യതയുള്ള എക്സാം ആണ്. അവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അവിടെ 18-നും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് പ്രായം. CPO വീണ്ടും ഒരു ഡിഗ്രി ബേസ്ഡ് എക്സാം ആണ്. അതിന് 25 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. MTS-ന് 2 പ്രായപരിധികളുണ്ട്. MTS-ഉം ഹവിൽദാർ എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിന്റെ ബേസ്ഡ് ആയിട്ട് വരുന്ന എക്സാം ആണ്. സോ അവിടെ 18 to 25-ഉം 18 to 27-ഉമാണ് പ്രായപരിധി വരുന്നത്. ഇനി മറ്റൊരു എക്സാമായ സ്റ്റെനോഗ്രാഫർക്ക് എക്സാം വരുന്നത് പ്രായപരിധി വരുന്നത് 18 to 30 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അറിയണം, ഫോർ എക്സാമ്പിൾ എന്താണ് സ്റ്റെനോ, അതൊരു ക്ലറിക്കൽ ജോലിയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇനി അതല്ല CPO, അത് പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അതിനെപ്പറ്റിയാണ് കൂടുതൽ അറിയേണ്ടതെങ്കിൽ അതും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇത് നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ പറഞ്ഞു തരുന്ന വീഡിയോ ആണ്. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഈ എക്സാംസിൽ ഏതൊക്കെയാണ് ഡിഗ്രി ഹോൾഡേഴ്സിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞ ഡിഗ്രി എന്ന് പറയുന്നത്. സോ താഴേക്ക് വരുന്ന എക്സാംസിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് ഹയസ്റ്റ് എക്സാംസിൽ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നിങ്ങളിപ്പോൾ CGL ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതേ സിലബസ് വെച്ച് തന്നെ നിങ്ങൾക്ക് CHSL എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. കാരണം വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോ ഇതൊരു 12th ലെവൽ ബേസ്ഡ് ആയിട്ട് വരുന്ന എക്സാം ആണ്. പക്ഷേ ഡിഗ്രിക്ക് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 12th ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്നും പുതിയതായിട്ട് പഠിക്കേണ്ടി വരില്ല. അതിൽ നിന്ന് താഴേക്കാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് PSCക്കോ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനോ റെയിൽവേക്കോ എല്ലാത്തിനും ഇതേ ഒരു ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ട് SSCയുടെ എല്ലാ എക്സാംസും നമുക്ക് അറ്റ് ദ സെയിം ടൈം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലിവിടെ നോക്കിക്കേ, ഞാനിവിടെ കോമൺ സബ്ജക്ട്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതിൽ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ അവയർനെസ്സും ഈ 4 സബ്ജക്റ്റുകളാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള എല്ലാ SSC എക്സാംസിലും മാറിയും മറിഞ്ഞും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ വളരെ ഹൈ പോസ്റ്റുകൾ ഉണ്ടായിരുന്ന SSCയുടെ CGL, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, ആ ഒരു എക്സാം ആണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ ആ എക്സാമിന് 2 ലെവൽ ഉണ്ട്. Tier 1ഉം Tier 2 ഉണ്ട്. അതിൽ ആദ്യത്തെ ടിയറിൽ നിങ്ങൾക്ക് ഈ 4 സബ്ജക്റ്റുകൾ ഒരു പ്രത്യേക വെയിറ്റേജിൽ വരുന്നു. അടുത്ത ടിയർ എക്സാമിൽ ഇതേ 4 സബ്ജക്റ്റുകൾ തന്നെ വേറൊരു വെയിറ്റേജിൽ വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ SSCയുടെ CGL നിങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം. ഇനി അത് ആയിക്കോട്ടെ, CGL പ്രിപ്പയർ ചെയ്തപ്പോൾ ബാക്കിയുള്ള എക്സാമോ, ഇനി 12th ലെവൽ എക്സാം ആയ CHSLനും 10th ലെവൽ എക്സാം ആയ MTSനും ഇനി നിങ്ങളുടെ GD കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ എക്സാമിനും സെൻട്രൽ പോലീസ് ഓഫീസറിന്റെ വേക്കൻസീസ് വരുന്ന CPO എക്സാമിനും സ്റ്റെനോഗ്രാഫറുടെ വേക്കൻസീസ് വരുന്ന സ്റ്റെനോഗ്രാഫർ C&D എക്സാമിനും ഇതിനെല്ലാം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇത് പഠിച്ചിട്ട് തന്നെയാണ്.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഡിഗ്രിയുള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോഴെടുക്കാൻ പറ്റുന്ന ഈ ഒരു ചോയ്സ്, അതായത് ഈ ഡിസംബറിൽ നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അടുത്ത ക്രിസ്മസിന് മുമ്പ് നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് എങ്ങനെ സാധ്യമാകുമെന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ആദ്യം തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാനിവിടെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു 1 ഇയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കേൾക്കുന്ന ഒരാൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആ രീതിയിലാണ് ഞാനിതിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാം, മേ ബി കുറച്ച് നാളായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അത്രയും ടൈം നിങ്ങൾ ഓരോ സ്റ്റേജിലും എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ. സോ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നിങ്ങൾക്കിത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. സോ അത് ഒന്നാമത്തെ കാര്യം. ഇനി ഏത് ടോപ്പിക്ക് എപ്പോൾ പഠിക്കണം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ മൊത്തത്തിൽ ഈ ഒരു വർഷം നിങ്ങൾ ഒന്ന് നന്നായിട്ട് മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സോ പലപ്പോഴും നമ്മൾ കുട്ടികൾ പറഞ്ഞ് കേൾക്കാറുണ്ട്, ആ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, ഇത്ര thousands ഓഫ് വേക്കൻസീസ് ഉണ്ട്, പക്ഷേ കിട്ടിയില്ല, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എന്തുകൊണ്ടാണ് കുറച്ച് സമയം എന്നുള്ള പ്രശ്നം വരുന്നത്? നമ്മൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആണ് നമ്മൾ മിക്കപ്പോഴും പഠിക്കാൻ പോകുന്നത്. സോ അതാണ് സ്റ്റുഡൻസ് ചെയ്യുന്ന നമ്പർ 1 മിസ്റ്റേക്ക്. ഇത് SSCയുടെ വെബ്സൈറ്റിൽ വരുന്ന എക്സാംസ് ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ റെഗുലറായിട്ട് എല്ലാ വർഷവും വരുന്ന എക്സാംസ് ആണ്. സോ കഴിഞ്ഞ വർഷം 2025 വന്നു, 24 വന്നു, 23 വന്നു. സോ ഒബ്വിയസ്ലി 2026 വരും. അപ്പോൾ ഇവിടെ കാലണ്ടർ റിലീസ് ആവുന്നത് ഈ ഡിസംബറിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അത് പ്രകാരമാണ് അടുത്ത വർഷത്തേക്കുള്ള എക്സാംസിൻ്റെ ഡേറ്റ്സ് വരുന്നത്. സോ എന്തായാലും എക്സാംസ് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുക. ലാസ്റ്റ് മിനിറ്റ് പോയി ചിലപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻസ്ഡ് ആകും, എന്താ പഠിക്കുന്നതെന്ന് അറിയില്ല. അന്നേരം നമ്മൾ സിലബസ് ഒക്കെ നോക്കി പോയാൽ തുറന്നു പറയുകയാണെങ്കിൽ അത്ര എളുപ്പമല്ല ക്രാക്ക് ചെയ്യാൻ. നിങ്ങളൊരു എക്സെപ്ഷണലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്തവർക്ക്, സാധാരണ പറയുന്ന ഒരു ആവറേജ് കുട്ടിക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതിന് മുൻപ് തന്നെ, കലണ്ടർ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അങ്ങനെയെങ്കിൽ വിത്തിൻ എ ഇയർ ഫോർ ഷുവർ നിങ്ങൾക്ക് ജോലി ലഭിച്ചിരിക്കും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മളിവിടെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫസ്റ്റത്തെ 3 months ഫൗണ്ടേഷൻ ബിൽഡിങ്ങിൻ്റെ സ്റ്റേജാണ്. ഞാൻ പറഞ്ഞു 4 സബ്ജക്റ്റുകളാണുള്ളത്. മാത്സ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട്, നിങ്ങളിപ്പോൾ വെയിറ്റേജ് നെറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ എല്ലാ ടോപ്പിക്സിൽ നിന്നും ഒരുപോലെയല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളിവിടെ പെർസെൻറ്റേജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചു എന്ന് വിചാരിക്കുക. ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പം പെർസെൻറ്റേജിൽ നിന്ന് മാത്രമല്ല ചോദ്യം വരിക. പെർസെൻറ്റേജ് എന്താണെന്ന് ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം, പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരാം. ഇനി അത് കൂടാതെ നിങ്ങൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുമ്പോഴും ഇതേ പെർസെൻറ്റേജ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ടൈം ആൻഡ് സ്പീഡ് പഠിക്കുന്ന സമയത്തും അവിടെ പെർസെൻറ്റേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. ഇനി നിങ്ങൾ ടൈം ആൻഡ് വർക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴും ഇവിടെയും അതേ പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷൻ വരും. ഇനി അടുത്തതായിട്ട് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് പോലെ തന്നെ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇവിടേക്കൊക്കെ പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷൻസ് ഡയറക്റ്റ് ആയിട്ട് വരും. സോ 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറ്റു ടോപ്പിക്സിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മൊത്തം സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സമയം 1 to 3 months ആണ്. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ബിഗിനറിന് വേണ്ട സമയമാണ്. ഓൾറെഡി കുറച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഇത്രയും സമയം ആവശ്യമില്ല. ഇനി വീണ്ടും നമ്മൾ റീസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ, റീസണിങ്ങിൽ തന്നെ ഒരുപാട് വെയിറ്റേജ് വരുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് അനാലജി, പിന്നെ വരുന്നത് കോഡിംഗ്, ഡീകോഡിംഗ്, സീരീസ്, ക്ലാസിഫിക്കേഷൻ, നെക്സ്റ്റ് വരുന്നത് ഡിറക്ഷൻ സെൻസ് ആൻഡ് ബ്ലഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിൽ തന്നെ ആദ്യത്തെ 2 ലൈനിൽ കൊടുത്തിരിക്കുന്ന ഈ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും SSCയുടെ പല എക്സാംസിനും വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിക്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഏരിയാസ്
അതായത് വെയിറ്റേജ് അനുസരിച്ച് കൂടുതൽ ഏരിയാസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷും GKയുമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ കൂടുതലായിട്ടും വരുന്നത് ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു ക്രാഷ് കോഴ്സ് പോലെ 3 to 4 months പഠിക്കുന്ന കാര്യമല്ല നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. സമയമെടുത്ത് കൃത്യമായി പഠിക്കുന്ന ഒരു പ്ലാൻ ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വേർഡ് എപ്പോൾ വരും, എവിടെയാണ് വൊക്കാബുലറിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരിക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡെയിലി ഒരു 5 words, ചെറിയ വേർഡ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ, അതിൻ്റെ മീനിങ് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളെ ഇംഗ്ലീഷ് പ്രിപ്പറേഷനിൽ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് വരുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസോ മാത്രമല്ല, റീഡിംഗ് ദ പാസേജ് പോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഇത്തിരി ടഫ് ആയിട്ടുള്ള വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയാമെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും എക്സാം എഴുതുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടിപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരികയാണ്. ഇനി വീണ്ടും നേരത്തെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ബുക്സോ ഒക്കെ വായിക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ എബിലിറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി അടുത്തത് GK ആണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് വരിക. സോ കറണ്ട് അഫയേഴ്സിൽ നന്നായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ ഈ കറണ്ട് അഫയേഴ്സ് മാത്രമാണ് GKയിൽ മാറുന്നുള്ളൂ. ബാക്കി വരുന്ന ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ജിയോഗ്രഫി ബേസ്ഡ് ക്വസ്റ്റ്യൻസോ സയൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസോ ഇതൊന്നും തന്നെ മാറാൻ പോകുന്നില്ല. അതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, ഇവിടെ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേജ്, അതായത് ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന്റെ സ്റ്റേജ്. സോ ഫൗണ്ടേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. അടുത്ത ലെവൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ വെയിറ്റേജിൽ വരുന്ന ടോപ്പിക്സ് കവർ ചെയ്യുന്നതാണ്. സോ അവിടെയും നേരത്തെ പഠിച്ച ടോപ്പിക്കിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടേക്ക് വരുന്നത്. സോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ് അറിയാതെ നിങ്ങൾക്ക് ഒരിക്കലും സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ രീതിയിൽ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് GKയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും കൂടി ഹയർ ലെവൽ ആയിട്ടുള്ള നിങ്ങളുടെ വൊക്കാബുലറിയും ഗ്രാമറും ഒക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പാരാ ജംബിൾസിലേക്കുള്ള ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ എറർ സ്പോട്ടിങ്ങിലേക്കുള്ള ക്വസ്റ്റ്യൻസിലേക്കോ നിങ്ങൾക്ക് പോകാം. പിന്നെ വരുന്നത് GKയിലാണ്. സോ GK വീണ്ടും ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ത്രൂ ഔട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ലാസ്റ്റത്തെ ലെവലിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ, അതായത് പഠനം കഴിഞ്ഞു, ഇനി എക്സാമിന് എങ്ങനെ മാക്സിമം മാർക്സ് കിട്ടണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അപ്പോൾ അതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ മാത്രമാണ്. കാരണം നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ച് ഒരു പക്ഷേ നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ എക്സാമിൽ ആ ഒരു ടൈമറിന് മുമ്പിൽ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവാൻ പോകുന്ന ഫീല് വീട്ടിലിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കംഫർട്ട് ഫീൽ അല്ല. സോ ആ പ്രഷറിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് ശീലിക്കണം, എങ്കിൽ മാത്രമാണ് എക്സാമിന് നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മോക്ക് ടെസ്റ്റുകൾ അപ്പിയർ ചെയ്യണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ബേസിക്കലി എക്സാമിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപ്പം തന്നെ മോക്ക് ടെസ്റ്റ് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് കിട്ടും. എത്ര എണ്ണം തെറ്റിച്ചു, എത്ര എണ്ണം ശരിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും കെയർലെസ് മിസ്റ്റേക്ക് ആണോ, അതോ കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണോ, അതോ ടൈം ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, സോ നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിനുശേഷം നമ്മുടെ ലാസ്റ്റത്തെ മന്ത്സിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം സ്പീഡ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ നോർമലി നമ്മളിരുന്ന് വീട്ടിലിരുന്ന് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സ്കൂളിലൊക്കെ ചെയ്തിരുന്നത് പോലെ ലോങ് ആൻസേഴ്സ് വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റില്ല. അതിന് നല്ല ഷോർട്ട് കട്ട്സ് അറിയണം, ഏത് ഫോമിൽ എവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആൻസർ കിട്ടുക എന്ന് അറിയണം. അപ്പോൾ അതിലും നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് സെയിം വേ റീസണിങ്ങിലും ആൻഡ് GKയിലും ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ തന്നെ നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എടുക്കണം. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകൾ ഫുൾ ലെങ്ത് ആയിട്ട് വരുന്നതുകൊണ്ട് സെക്ഷണൽ ആയിട്ട് വരുന്നതുകൊണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? സെക്ഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ മാത്സ് ഒക്കെ ഫുൾ റിവൈസ് ചെയ്ത് ഒന്ന് സെറ്റ് ആണെങ്കിൽ ഇന്ന് മാത്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കാം. എന്നാൽ നിങ്ങൾ അടുത്ത ആഴ്ച കൊണ്ടാണ് റീസണിംഗ് കവർ ചെയ്ത് തീർക്കോളുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അതിൻ്റെ എടുക്കാം. പക്ഷേ ഇത് ഓരോന്നും ഓരോ സെക്ഷനിലാണ് എന്ന് വെച്ചാൽ ഇത്ര ടൈം ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ ആക്ച്വൽ എക്സാമിൽ വരുന്നത് പോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് ആക്ച്വലി
സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളല്ല, ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നമ്മുടെ ആക്ച്വൽ എക്സാമിൽ ഇരിക്കുന്നത് പോലെയുള്ള ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളിൽ നിന്നാണ് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുകയുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് താഴെ പോവുകയുള്ളൂ, കാരണം നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും, ഇത് എന്താ ഇങ്ങനെ പഠിച്ചതാണല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് മോക്ക് ടെസ്റ്റ് എടുത്തെടുത്ത് നമ്മളത് ശീലമായി കഴിയുമ്പോഴേക്കും ഫൈനലി നിങ്ങൾ ആ ആക്ച്വൽ എക്സാം നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ അത്ര ലാഘവത്തോടെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ലാസ്റ്റ് മന്ത്സിൽ എടുക്കണം എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഒരു മന്ത്ലി ബേസ്ഡ് ആയിട്ടുള്ള പ്ലാൻ ആണ്. ഇനി അതിൻ്റെ തന്നെ ഒരു ഡെയിലി പ്ലാൻ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ മാത്സിനാണ് നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത്. ദിവസവും 2 hours എങ്കിലും മാത്സിന് കൊടുക്കുക. ഇനി റീസണിങ് 1.5 hours മതിയാകും, കാരണം റീസണിങ്ങിൽ ഈസി ടോപ്പിക്സും വരുന്നുണ്ട് ആൻഡ് അതിൽ തന്നെ കുറച്ച് മീഡിയം ലെവൽ ടോപ്പിക്സും വരുന്നുണ്ട്. ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും റീസണിങ്ങിൽ വരുന്നില്ല. ഇംഗ്ലീഷിനും ജി കെക്കും 1 hour അല്ലെങ്കിൽ 1.5 hours മാക്സിമം കൊടുത്താൽ മതി. സോ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഫൈനൽ ഫേസിലത്തെ കാര്യമാണ് കേട്ടോ. 1 hour മോക്ക് ടെസ്റ്റിന് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫൈനൽ ഫേസിലാണ്. തുടക്കത്തിൽ തന്നെ മോക്ക് ടെസ്റ്റിൽ പോകേണ്ട, നിങ്ങളുടെ കോൺഫിഡൻസ് നെഗറ്റീവായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. സോ ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മൺഡേ ടു ഫ്രൈഡേ മാക്സിമം കോൺസെപ്റ്റ് കവർ ചെയ്ത് ഫുള്ള് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കൂട്ടുക, നിങ്ങളുടെ ആ ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് നിങ്ങൾ എത്തുക. മാക്സിമം കണ്ടന്റ് കൺസ്യൂം ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം സാറ്റർഡേ സൺഡേയിലേക്കും നിങ്ങൾ പഠനം ഒന്നും ചെയ്യേണ്ട, പകരം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് എടുക്കാനും. സോ മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ ആദ്യത്തെ 3-4 മാസത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അതുവരെ മോക്ക് ടെസ്റ്റ് അല്ല എടുക്കേണ്ടത്, നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് സാറ്റർഡേ യൂസ് ചെയ്യുക ആൻഡ് സൺഡേ യൂസ് ചെയ്യുക. സൺഡേ പറ്റുമെങ്കിൽ പകുതി സമയം റെസ്റ്റും എടുത്തോളൂ, കുഴപ്പമില്ല. കാരണം എങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് പഠിക്കാൻ എനർജി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. സോ ഞാൻ പറഞ്ഞു, ഇത് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട, കാരണം എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ മനസ്സിലായിട്ടുണ്ടാകും. എന്താണ് CGL എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ പോലീസ് ഓഫീസർ എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, ശരിയാണ്. പക്ഷെ ഇത്ര നിങ്ങൾ ആലോചിച്ചോളൂ, ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ SSCയിലൂടെ വളരെ നല്ല ശമ്പളത്തിലുള്ള ഒരുപാട് ജോലികളുടെ അവസരങ്ങളാണ് ഓരോ വർഷവും വരുന്നത്. അപ്പോൾ ഇത് എല്ലാ ഡിസംബറിലുമാണ് സാധാരണ ഈ ജോലികൾക്ക് ഉള്ള നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്ന് പറയുന്ന കാലണ്ടർ പുറത്തു വരുന്നത്. അപ്പോൾ ഈ വർഷം ഡിസംബർ ആയിട്ടുണ്ട്. സോ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും SSCയുടെ നോട്ടിഫിക്കേഷൻസിന്റെ കാലണ്ടർ വരും. അപ്പോൾ ആ കാലണ്ടർ പ്രകാരമാണ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഏത് എക്സാമിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 30 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് എക്സാമിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പോസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ, അല്ല എന്ത് ഡൗട്ടും ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് കോമൻസിലൂടെ നമ്മളോട് എഴുതി ചോദിക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഒരു നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ഇതേ നമ്പർ തന്നെ കാണാൻ പറ്റും. അതിലൂടെ വിളിച്ചും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു സ്റ്റഡി പ്ലാനിലാണ് എൻട്രിയിൽ നമ്മുടെ കോഴ്സുകളും പോകുന്നത്. നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, യാതൊരു കുഴപ്പമില്ല, നിങ്ങളുടെ ബേസിക് ലെവൽ തൊട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ വീക്കർ ഏരിയാസിലൊക്കെ ഫോക്കസ് ചെയ്ത് അഡ്വാൻസ് ലെവൽ Tier 2 എക്സാമിൻ്റെ വരെയുള്ള ലെവൽ ട്രെയിനിങ് ആണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സമയം ഈ കോഴ്സസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അടിപൊളി സമയം കൂടിയാണ്. കാരണം നമ്മുടെ എൻട്രിയിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഫ്യൂച്ചർ ഫെസ്റ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇപ്പോൾ റണ്ണിങ് ആണ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടുകൾ പോലെയല്ല, ഇവിടെ നമുക്ക് അപ് ടു 40% ഡിസ്കൗണ്ട് ആണ് വരുന്നത്. സോ അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് വേണമെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് നോക്കിയിരിക്കണം. ഓക്കെ, സോ ഈ ഒരു അവസരം നിങ്ങൾ ഇപ്പോൾ തന്നെ ഗ്രാബ് ഓൺ ചെയ്യൂ. ഇനി അത് മാത്രമല്ല, ഈ മാസം നിങ്ങൾ എടുക്കുന്ന കോഴ്സസിൽ നിങ്ങൾക്ക് ഒരു 3 ലക്കി യൂസേഴ്സിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ട്രാക്ക് വാലിഡിറ്റി ലഭിക്കുന്നതാണ്. അതുകൂടാതെ എല്ലാ യൂസേഴ്സിനും ഈ മാസം നമ്മുടെ കോഴ്സസിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനും അൺലിമിറ്റഡ് ആയിട്ടുള്ള വാട്സ്ആപ്പ് സപ്പോർട്ടും ലഭിക്കുന്നതാണ്. സോ നമ്മുടെ സൂപ്പർ 30 ബാച്ചസിനെ പറ്റിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആകെ 30 സ്റ്റുഡൻസേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്ന ബാച്ചസ് ആണെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരാൾ
എന്നുള്ള രീതിയിൽ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം പോലെയല്ല. നമ്മുടെ മെൻറ്റേഴ്സ് തന്നെ ഹൈലി കേപ്പബിൾ ആണ്. അവർ കണ്ടന്റ് എക്സ്പേർട്സ് ആണ്. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. പിന്നെ നിങ്ങളുടെ സൗകര്യത്തിലാണ് നമ്മുടെ ലൈവ് ക്ലാസ്സസ് വരുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസിൽ അൺലിമിറ്റഡ് ആക്സസ് ഉണ്ട്. മോക്ക് ടെസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ എന്തൊക്കെ വേണോ അതെല്ലാം എൻട്രിയിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല അവസരം ഇപ്പോഴാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കോമെന്റ്സ് ആയിട്ട് എഴുതി ചോദിക്കാം. അപ്പോൾ മറക്കണ്ട, ഡിസംബറിലാണ് നമ്മുടെ കാലണ്ടർ റിലീസ് ആവുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇനി എപ്പോൾ റിലീസ് ആകും എന്നോർത്താരും SSCയുടെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യേണ്ട. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോളൂ. SSCയുടെ എല്ലാ റിലേറ്റഡ് അപ്ഡേറ്റ്സും അപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.